പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ, കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി ഇന്ന് തീരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥന കൊണ്ട് ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. ഈ പ്രാർത്ഥന കൊണ്ട് തങ്ങളുടെ ജീവിതം തുടങ്ങുന്ന മക്കളുണ്ട്. ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കുന്ന ജീവിതം സമാപിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഓരോ ദിവസത്തെ ജീവിതവും
അങ്ങനെ എല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കർത്താവേ, ഈശോയെ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് ഏത് കുടുംബം ഇപ്പോഴ് നിരാലംബമായിരിക്കുന്നത്, തങ്ങളെ രക്ഷിക്കാനോ സഹായിക്കാനോ ഈ സമയത്ത് ആരുമില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. മക്കളെല്ലാം വിദേശ രാജ്യങ്ങളിലും ബന്ധപ്പെട്ടവർ വിദേശ രാജ്യങ്ങളിൽ രോഗികളായി കിടന്നിട്ട് നാട്ടിലുള്ളവർ അവരോർത്ത് കൈയും കാലോട്ട് അടിക്കണ പോലെ വിഷമിക്കുന്നവരുണ്ട്. അവരെയെല്ലാം അമ്മേ, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ കൺമുൻപിൽ നിന്ന് മറഞ്ഞ് അന്യരാജ്യങ്ങളിൽ വേദനപ്പെടുന്ന ഞങ്ങളുടെ ബന്ധുക്കളെ നീ സ്പർശിക്കണം. കൂട്ടുകാരെ, ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുള്ളവരെ നീ സ്പർശിക്കണം. കർത്താവെ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ജീവിതമാർഗങ്ങൾ പല മേഖലകളിൽ ജീവിതം ആരംഭിക്കുന്നുണ്ട്. കട, കമ്പോളങ്ങൾ, ഏജൻസികൾ, കന്നുകാലി വളർത്തലുകൾ, ഇങ്ങനെ ജോലികൾ, കമ്പനി നടത്തുന്നവർ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ വരുമാന മാർഗം കണ്ടെത്തിയിരിക്കുന്നവർക്ക് അത് നഷ്ടപ്പെടാൻ ഇരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, എല്ലാം ഈ പാത്രത്തിൽ ആശ്രയിക്കുന്നുണ്ടോ അവരെ എല്ലാം നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ദിവസം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ യോഹന്നാൻ 6:6 വചനമുണ്ട്. വേറൊരു വചനമായിട്ട് കണക്ട് ചെയ്ത് തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഉൾക്കാഴ്ച കിട്ടും. യോഹന്നാൻ 6:6 എടുത്തേ. അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. അവനെ പരീക്ഷിക്കാനാണ് യേശു അങ്ങനെ പറയണത്. നിങ്ങൾ തന്നെ അപ്പം കൊടുക്കാൻ പറയണം. പക്ഷെ നിങ്ങൾ തന്നെ അപ്പം കൊടുക്കാൻ ഈശോ ഉദ്ദേശിക്കുന്നില്ലായിരുന്നു. എന്താ കാര്യം? എന്ത് ചെയ്യണമെന്ന് അത് വായിച്ചേ. യോഹന്നാൻ 6:6 എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. അപ്പം ഇത് സിമ്പിളായിട്ട് എല്ലാ പ്രഭാഷകന്മാരൊക്കെ ഇടയ്ക്ക് പറയുന്നൊരു വചനമാണ്. കാര്യം നമ്മൾ ഉൾക്കൊള്ളപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് കർത്താവിന് നമ്മളെക്കുറിച്ചൊരു കരുതലും പദ്ധതിയൊക്കെ ഉണ്ട്. അങ്ങനെ പറയാറുണ്ട്. ശരിക്കും പ്രഭാഷകർ പറയാറുണ്ട്. ഞാനിവിടെ അതല്ല പറയാൻ ഉദ്ദേശിക്കണത്. ഞാൻ ഉദ്ദേശിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മനസ്സിൽ കരുതിയിരുന്നെന്ന സംഭവമില്ലേ, എന്താണ്? എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൻ്റെ 2 വാക്കുകൾ പ്രധാനപ്പെട്ട. ഒന്ന് നേരത്തെ, അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകണമെന്ന് മുമ്പ് തന്നെ ആൻസർ ഉണ്ടെന്നതിൻ്റെ അർത്ഥമേ. നമ്മുടെ ജീവിതത്തിലൊരു പ്രശ്നം, ഇപ്പം നിൻ്റെ ജീവിതത്തിലൊരു പ്രശ്നം, ഇപ്പം നിൻ്റെ ഭാര്യയുമായിട്ട് നീ വഴക്കിട്ടിരിക്കുകയാണ്, ഭർത്താവുമായിട്ട് അകന്നിരിക്കുകയാണ്, ഒരു പ്രശ്നം ഉണ്ടായി. ഇതിനൊരു പരിഹാരം ഈശോയുടെ മനസ്സിലുണ്ട്. ഇതിനെന്തെങ്ങനെ ഇത് പരിഹരിക്കേണ്ടതെന്ന് ഈശോയ്ക്ക് നീ കല്യാണം കഴിക്കണ മുമ്പ് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഐഡിയ ഉണ്ട്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ചാടരുത്. പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഇരിക്കുന്ന ഇടത്താണ് പോകേണ്ടത്. കാര്യം നേരത്തെ ഇതിൻ്റെ പരിഹാരം അറിയാവുന്ന ഒരാളേ ഉള്ളൂ, അത് ഈശോയാണ്. മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ നേരത്തെ അറിയാവുന്നതും അതിൻ്റെ പരിഹാരം അറിയാവുന്നതും ഒരാളേ ഉള്ളൂ ബൈബിളല്ല ഏത് പുസ്തകത്തിൽ നോക്കിയാലും ക്രിസ്തു മാത്രമേ ഉള്ളൂ നിൻ്റെ വിഷയം നേരത്തെ അറിയാവുന്നത്. അത് നമുക്ക് വല്ലാത്ത ആശ്വാസമാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ചില ആൾക്കാരൊക്കെ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ മണിക്കൂറുകൾ മുമ്പ് ദിവ്യകുർബാനയ്ക്ക് ഇരിക്കണില്ലേ? അതെന്താ കാര്യം? ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം ഞാൻ എപ്പോഴും ഈശോനെ ആരാധന വട്ട വരച്ച് നിർത്തുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, ജീസസ് യു നോ, നിനക്കറിയാം ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്താണെന്നുള്ളത് അറിയാം. ഞാൻ ചാടിക്കയറി വല്ല പരിഹാരം ചെയ്ത് കുളവാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇത്രയും വേഗം ഈ വിഷയത്തിൻ്റെ മേൽ ത്രെഡ് എനിക്ക് തരണം, നീ ഈ വിഷയം ഇടപെടണം. അപ്പോൾ എന്നുവെച്ചാൽ എന്താ വിഷയം എന്ന് വെച്ചാൽ, നമ്മളുടെ ഒരു വിഷയത്തിൽ അതുണ്ടാകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ അതിൻ്റെ പരിഹാരം കർത്താവിൻ്റെ മനസ്സിലുണ്ട്. ഇനി വേറെ ഒരു സംഭവമുണ്ട്, അത് ഇടിവെട്ട എന്ന് വെച്ചാൽ ഈ കർത്താവിൻ്റെ മനസ്സിലുള്ളത് നമ്മൾ കർത്താവുമായിട്ട് ഒരു റിലേഷൻ, ഒരു ബന്ധമുണ്ടല്ലോ. എന്താ പറയണത്? കർത്താവിനോട് യോജിക്കുന്നവൻ അവനോടുകൂടെ ഏകാത്മ. അവനെടുത്തേ
1 കൊരിന്തോസ് 6:17. 1 കൊരിന്തോസ് 6:17. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. കർത്താവുമായി നമുക്ക് സംയോജിക്കണമെങ്കിൽ ഉള്ളൊരു കുഴപ്പമെന്ന് പറയുന്നത് അത് ഒരു ടെക്നിക്കൽ പ്രോബ്ലമാണത്. കാര്യം ദൈവം ആത്മാവാണ്. അതാണ് ഒരു വചനം എടുത്തേ. യോഹന്നാൻ 4:24. യോഹന്നാൻ 4:24. ദൈവം ആത്മാവാണ്. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഇത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു താക്കോലാണ് ശരിക്കും. കാര്യം കർത്താവിനോട് യോജിക്കുന്നവൻ അവനോടുകൂടെ ഏകാത്മാവായി തീരണമെന്ന് ഇപ്പം 1 കൊരിന്തോസ് 6:17 പറഞ്ഞില്ലേ. ഇനി കർത്താവുമായിട്ട് യോജിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ജഡത്തിൽ യോജിക്കാൻ പറ്റത്തില്ല. കാര്യം ദൈവം ആത്മാവായതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? നമ്മളും ആത്മാവായി മാറണം. നമ്മളെങ്ങനെ ആത്മാവായി മാറും? നമ്മൾ പരിശുദ്ധാത്മാവിനാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. നമ്മൾ ഏത് ആത്മാവിനാണ് നയിക്കപ്പെടുന്നതെന്ന് ചോദിക്കുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവിലാണ് നയിക്കപ്പെടുന്നതെങ്കിൽ നമ്മളിലുള്ള പരിശുദ്ധാത്മാവായിരിക്കും കർത്താവുമായിട്ട് യോജിക്കുന്നത്. അതാണ് ഭയങ്കര സിമ്പിളാണിത്, അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. അതായത് എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളുടെ ഒരു സാക്ഷ്യം ഉണ്ടായി. ഞാനത് ചൊവ്വാഴ്ച പറയും. എനിക്ക് ഒരു മോള് സാക്ഷ്യം പറഞ്ഞാൽ, അപ്പം അവൾ എന്നോട് ചോദിച്ചത്, ഞാൻ ആൾക്കാരെ അവൾ എന്നെ കാണാൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചത്, ഈ തീരുമാനം ഞാൻ എടുക്കണം വെച്ചാൽ എനിക്കൊരു കൺഫ്യൂഷൻ തോന്നണമെന്ന് ചോദിച്ചു. അച്ഛന് വേറെ വല്ല മെസ്സേജ് ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെന്നൊക്കെ പറയണത് കർത്താവിനെ അറിയാവുന്നവർക്ക് നല്ലവണ്ണം അറിയാം. അവർക്ക് ആരോടാണ് ചോദിക്കണത്, എന്താണ് ചോദിക്കണമെന്നൊക്കെ അറിയാം. ഭയങ്കര സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഇതിന് വേറെ വല്ല ദൈവത്തിൻ്റെ മനസ്സിൽ എന്ത് പറയണമെന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ അവൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും? അവരെ ഗൈഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം അവരെ ഗൈഡ് ചെയ്യാനാണ് ഈ പട്ടം മേടിച്ചിരിക്കുന്നത്. അല്ലാതെ പെരുന്നാൾ നടത്താനും വിലപടയം നടത്താനും മാത്രമല്ല. ഞാനങ്ങനെ ആക്ഷേപിച്ച് സംസാരിക്കുകയല്ല. പട്ടത്തിന് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിലേക്ക് അവരെ നയിക്കുകയും ദൈവത്തിൽ അവർ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ദൈവികമായിട്ടും സുവിശേഷപരമായിട്ടും അവരെ മറുപടി പറയാൻ, അവരെ ഗൈഡ് ചെയ്യാൻ അപ്പോഴാണ് നമ്മൾ പുരോഹിതനാകണത്, അവിടെ മുമ്പേ പോണത്. അപ്പോൾ അത് നമ്മുടെ ബാധ്യതയാണ് ശരിക്കും. കുഞ്ഞ് പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറയാൻ മോളേന്ന് പറഞ്ഞു. ഞാൻ പോയി, ഞാനെന്താ ചെയ്യണത്? ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി, കർത്താരെ വന്ന് നിങ്ങൾ കാണുന്നതാണ്. ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി നെറ്റി വെക്കും. നെറ്റി വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? നമ്മുടെ തല സമർപ്പിക്കണമാണ്. പിന്നെ ഇനി എപ്പോൾ പറഞ്ഞാൽ നമുക്ക് സമർപ്പിക്കാനൊന്നും ഇല്ല. നമ്മുടെ സർവാംഗം, നമ്മുടെ ഇച്ഛാശക്തി, ആഗ്രഹം, താല്പര്യങ്ങൾ എല്ലാം നമ്മൾ അങ്ങനെ അടിയറ വെക്കും. നെറ്റി മാതാവിൻ്റെ ചില്ലെ കൊണ്ട് തല വെക്കത്തില്ലേ? എന്നുവെച്ചാൽ അമ്മേ എല്ലാം അടിയറ വെച്ചിരിക്കുകയാണ്, അമ്മയാണ് ഇനി ഈ വിഷയം ഏറ്റെടുക്കേണ്ടത്. അമ്മയുടെ മധ്യസ്ഥത്തിലാണ് പിന്നെ കർത്താവിൻ്റെ കാര്യങ്ങൾ വന്ന് വീഴുന്നത്. അത് നിങ്ങൾ കാണുന്ന ആൾക്കാരെ കാണുന്നതല്ലേ? അമ്മയുടെ മധ്യസ്ഥവുമായിട്ട് ആൾക്കാരെ കർത്താവിൻ്റെ കാൽക്കൽ വന്ന് വീഴും. അപ്പം ഞാൻ അതുപോലെ തന്നെ ചെയ്ത് ഞാൻ പറഞ്ഞ മോളോട് സമാധാനം പറയണം, അവളോട് സമാധാനം പറയണം. അവൾക്ക് എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? ഞാൻ തിരിച്ചു വന്ന് ആളോട് ചോദിച്ചു, മകളെ ഏതെങ്കിലും നമ്പർ നീ മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞു. ഏതെങ്കിലും നമ്പർ നീ മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവളത് വിചാരിച്ചു. അപ്പോൾ എന്നോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ അതിനുശേഷം അവളോട് ചോദിച്ചു, കുഞ്ഞ് വിചാരിച്ച നമ്പർ 14 അല്ലേ? അപ്പം അതേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അത് വിൽ ഓഫ് ഗോഡാണ്. എന്താ കാര്യം? ആ കുഞ്ഞിൻ്റെ മനസ്സിലുള്ള നമ്പർ എന്താണെന്ന് കർത്താവിനെ വെളിപ്പെടുത്തി. അത് 14 പറഞ്ഞു. അപ്പോൾ അത് കുഞ്ഞിനോട് പറഞ്ഞു, ഞാൻ അത് വിൽ ഓഫ് ഗോഡാണ്, അത് കൺകറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. നിൻ്റെ ആ ഡിസിഷന് കൺകറൻസ് ഉണ്ട്, മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്കാരെ ഗൈഡ് ചെയ്യണം. അപ്പോൾ എന്നാ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിനോട് യോജിക്കുന്നവൻ അവനോടുകൂടി ഏക ആത്മാവായി തീരും. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ വേറൊരു സംഭവം നടക്കൂടെ. അതെന്താണ്? 1 കൊരിന്തോസ് 2:16 ഒന്ന് വായിച്ചത്.
1 Korinthos 2:16. 1 Korinന്ത്യർ 2:16. ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ഇപ്പം എന്താ വിഷയം എന്ന് പറയണത്? നിങ്ങൾ ഇനി ഇപ്പം ഈ 1 Korinന്ത്യർ 2:16 വായിച്ചില്ലേ? ഇനി ആദ്യത്തെ വായിക്കണം. എന്താ കാര്യം? യോഹന്നാൻ 6:6 എന്താ വായിക്കണത്? എന്ത് ചെയ്യണമെന്ന് അവൻ നേരത്തെ മനസ്സിൽ കരുതിയിരുന്നെന്ന്. ആര്? കർത്താവ്. അപ്പം കർത്താവിൻ്റെ മനസ്സിൽ കരുതിയിരുന്ന കാരണം എന്ന വിഷയം നമ്മൾക്ക് ചോർത്തി കിട്ടും. അതെങ്ങനെ ചോർത്തി കിട്ടണത്? അത് ഈ രണ്ട് കർത്താവിനോട് യോജിക്കുന്നവൻ അവനുമായിട്ട് ഇപ്പോൾ 6:17 1 Korinന്ത്യർ 6:17 അനുസരിച്ച് കർത്താവിനോട് യോജിക്കുന്നവൻ അവനുമായിട്ട് ഏകാത്മാവായി തീരുന്നു. അപ്പോൾ ആ ഏകാത്മാവായി തീരുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിലുള്ളത് നമ്മുടെ മനസ്സിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പാരലായിട്ട് ഘടിപ്പിക്കുന്ന ഈ കമ്പ്യൂട്ടറില്ലേ, ഈ കമ്പ്യൂട്ടറിൽ വരുന്നത് തന്നെ ആയിരിക്കുമല്ല ആ കമ്പ്യൂട്ടറിലേക്കും നമുക്ക് ക്യാരി ഓവർ ചെയ്ത് വരണത്. അതുപോലെ ക്രിസ്തുവുമായി ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ വചനം 1 Korinന്ത്യർ എടുത്ത് 1 Korinന്ത്യർ 2:16 എടുത്ത് ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. അപ്പം സാധിക്കുമെന്നല്ല എൻ്റെ അർത്ഥം. ക്രിസ്തുവിന്റെ മനസ്സറിയാൻ മനുഷ്യന് പറ്റും. എപ്പോഴാണ് പറ്റണത്? എപ്പോഴാണ് പറ്റാൻ്റെ അതിൻ്റെ മെക്കാനിസം എന്താണ്? കർത്താവിനോട് യോജിക്കുന്നവൻ അവനോടുകൂടെ ഏക ആത്മാവായി തീരുമ്പോഴാണ് കർത്താവിൻ്റെ മനസ്സിലുള്ളത് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. അതിൻ്റെ വചനം ഏതാ? 1 Korinthos 6:17. 1 Korinന്ത്യർ 6:17 എന്താണത്? കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഏകാത്മാവായി തീരുമ്പോൾ ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ഏത് മനസ്സാണ്? നേരത്തെ ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞില്ലേ? എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ ഈശോ മനസ്സിൽ കരുതിയിരുന്നത് നമുക്ക് ഇങ്ങോട്ട് വെളിപ്പെട്ട് കിട്ടും. അതെന്ത് തിയറിയിലാണ് കിട്ടുന്നത്? അത് ഈ വചനം അനുസരിച്ചാണ് കിട്ടുന്നത്. ഏതാണ്? ഈ 1 Korinന്ത്യർ 2:16 ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. അപ്പോൾ ഇതെന്ന് പറയണത് നമ്മൾ ആത്മീയ ജീവിതം എന്ന് പറയണത് കർത്താവിൻ്റെ മനസ്സും നമ്മുടെ മനസ്സും കൂടി പാരലായിട്ട് ഘടിപ്പിച്ച കമ്പ്യൂട്ടർ പോലെയാണ് ഈ സംഭവം. കർത്താവിൻ്റെ മനസ്സിലുണ്ടാകുന്നത് അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കിട്ടും. നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം. പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നതിനാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. അല്ലാത്തതൊക്കെ ആചാര ജീവിതമാണ്. പല ആൾക്കാരും ആത്മീയ ജീവിതം എന്നും പറഞ്ഞ് അനുഷ്ഠിച്ച് കൂട്ടുന്ന എല്ലാം ആചാര ജീവിതങ്ങളാണ്. അത് ആത്മീയ ജീവിതം അല്ല. ശരിക്കും പറഞ്ഞാൽ ആഴമുള്ള ആത്മീയ ജീവിതത്തിലേക്ക് വരാൻ വചനം നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ട്. വചനത്തിൻ്റെ വിളി കേട്ടുകൊണ്ട് മുന്തിയ നിലവാരമുള്ള കർത്താവിൻ്റെ സഹശുശ്രൂഷകരായി നമുക്ക് വളരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അമ്മയ്ക്ക് 1000 നന്ദി. പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമാക്കി എൻ്റെ കുടുംബത്തെയും അനുഗ്രഹമാക്കി മാറ്റിയതിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ആൽബിൻ ബേബി. ഞാൻ കുറുമശ്ശേരിയിൽ നിന്ന് വരുന്നു. അങ്കമാലി അടുത്തുനിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ഏപ്രിൽ 16 കൃപാസനത്തെപ്പറ്റി അറിഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നാണ്. എനിക്കിവിടെ വരാൻ ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഒത്തിരി തടസ്സങ്ങൾ അതിന് സൃഷ്ടിച്ചിരുന്നു. കൂടുതലായിട്ടും ഞാൻ അമ്മ മാതാവിനോട് എന്നും ഈശോയോടും പ്രാർത്ഥിക്കായിരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോകുമ്പോഴായാലും ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, അമ്മ മാതാവേ എനിക്ക് കൃപാസനത്തിൽ പോകാനുള്ളൊരു അവസരം കിട്ടണമെന്ന്. ഒത്തിരി പേര് പോകുന്നുണ്ടെങ്കിലും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നു. വീട്ടിൽ എനിക്ക് വണ്ടിയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല. അവിടുന്ന് ആരും കൊണ്ടുപോകാനും ഉണ്ടായിരുന്നില്ല. അനുഗ്രഹമെന്ന് പറയട്ടെ, അവിടുന്ന് തൊട്ടടുത്തൊരു ചേട്ടൻ പോകേണ്ടായിരുന്നു എല്ലാ മാസത്തിലും. അപ്പോൾ ആ ചേട്ടനോട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ചേട്ടൻ എന്നോട് പിറ്റേ മാസം പോകുന്നാളം പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആദ്യം ഒന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ കൂടുതലും മാതാവിനോട് ഞാൻ നന്ദി പറയായിരുന്നു. മാതാവ് എൻ്റെ ഹിതമല്ല, മാതാവിൻ്റെ ഹിതമാണ് ഏറ്റവും കൂടുതൽ നിറവേറേണ്ടത്. എനിക്ക് കിട്ടിയില്ലെങ്കിലും മാതാവിൻ്റെ മഹത്വമാണ് ഇവിടെ നിറവേറേണ്ടത് എന്ന് ഞാൻ പറഞ്ഞ് ഒത്തിരി പ്രാർത്ഥിക്കായിരുന്നു. രണ്ടാമത്തെ ഉടമ്പടി കൊടുക്കാൻ സമയം വന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു ജോലി പഠിക്കാനുള്ളൊരു അവസരം കിട്ടിയിരുന്നു. ഫസ്റ്റ് ഞാൻ +2 കഴിഞ്ഞ് ITയിൽ പോയിരുന്നു. ITയിൽ പോയ സമയത്ത് എനിക്ക് ഫെയിൽഡായിരുന്നു. അതിനുശേഷം ഞാൻ DCA പഠിക്കാൻ വേണ്ടി പോവുകയായിരുന്നു.
DCA പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒത്തിരി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒത്തിരി പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്. ITI പാസ്സാവാത്ത ആളാണോ DCA പാസ്സാവുന്നത്, അതൊന്നും നടക്കില്ല, ഞാൻ തോക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് എന്നെ കളിയാക്കിയിരുന്നു. പക്ഷേ എനിക്ക് നല്ലൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു, മാതാവ് നല്ലൊരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. അത്ഭുതമെന്ന് പറയാൻ നല്ലൊരു വഴി അമ്മ മാതാവ് കാണിച്ചു തരുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അമ്മ മാതാവ് അതുപോലെ തന്നെ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ നല്ല ഉയർന്ന മാർക്കോടുകൂടി എനിക്ക് അവിടെ പാസ്സാവാൻ പറ്റി. ഉടമ്പടി വസ്തുവിൻ്റെ ആ ഒരു അത്ഭുതത്തിൻ്റെ ഒരു കിരണങ്ങളുണ്ടായിരുന്നു. കൂടുതലും ഞാൻ പോകുമ്പോൾ എക്സാമിന് പോകുമ്പോൾ തൈലവും അതുപോലെ ഉപ്പും കൊണ്ടുപോയിരുന്നു. എക്സാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉപ്പ് വിതറിയായിരുന്നു. അതോടൊപ്പം തൈലം ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ചായിരുന്നു. എഴുതാൻ പോകുമ്പോൾ കൈവറയുണ്ടായിരുന്നു, ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോഴാണെങ്കിലും കുറച്ച് വളരെ ടഫായിരുന്നു, എനിക്കൊന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഇരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് പ്രത്യാശ ഉണ്ടായിരുന്നു ഉള്ളിൽ, അമ്മ മാതാവ് എങ്ങനെയും കൈവിടില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാൻ എക്സാമിന് പോയി, എക്സാം എഴുതി. എക്സാം കഴിഞ്ഞപ്പോഴും ഞാൻ അവിടെ ഉപ്പ് വിതറി ആ പരീക്ഷാ പേപ്പറിൽ കുരിശ് അടയാളം വരച്ച് ഞാൻ അമ്മ മാതാവിന് നന്ദി പറഞ്ഞോളാം കൃപാസനത്തിൽ വന്നിട്ട്. എനിക്ക് ഈ എക്സാം നല്ല പാസ് മാർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കൃപാസനത്തിൽ വന്ന് നന്ദി പറഞ്ഞോളാം എന്ന് ഞാൻ സാക്ഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവിനോട്. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് നല്ല മാർക്കോടുകൂടി, ഞാൻ പ്രതീക്ഷിച്ചതിലപ്പുറമായിട്ട് എനിക്ക് നല്ല മാർക്കോടുകൂടി മാതാവ് എനിക്ക് നല്ല ഇത് തന്നു. അതിൻ്റെ സർട്ടിഫിക്കറ്റും എനിക്ക് മാതാവ് തന്നു. അതുപോലെ തന്നെ അതിനുശേഷം ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നു. പക്ഷേ എല്ലാ സ്ഥലത്തും എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയിരുന്നില്ല. എവിടെ പോകുമ്പോഴാണെങ്കിലും അവിടെ ക്വാളിഫിക്കേഷനാണ് ഏറ്റവും കൂടുതൽ ചോദിക്കണേ. ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് കിട്ടിയില്ലായിരുന്നു. പക്ഷേ മാതാവ് ഒരുക്കിയ പ്ലാൻ വേറെയായിരുന്നു. ഓരോ സ്ഥലത്ത് ഞാൻ ജോലിക്ക് ചെല്ലുമ്പോഴാണെങ്കിൽ അവിടെ ചോദിക്കുന്നത് ഡിഗ്രിയും അതുപോലെയുള്ള വലിയ ഇതൊക്കെയായിരുന്നു. പക്ഷേ ഞാൻ ഒരു മാസം നിൽക്കുമെങ്കിലും എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥകളായിരുന്നു. ഒത്തിരി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, ഒത്തിരി വെല്ലുവിളികളും പരിഹാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. കൂടുതലും എനിക്ക് എപ്പോഴും ജോലി ചെയ്യുമ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ചെറിയ ഓർമ്മക്കുറവ് പോലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഒന്നും മറ്റുള്ളവരോട് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കസ്റ്റമർ അറ്റൻഡ് ചെയ്യാനാണ് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു മീറ്റിംഗ് കൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ പെർഫോമൻസ് പോരാ എന്ന് പറഞ്ഞു എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് പോകേണ്ടി വന്നു. പക്ഷേ എപ്പോഴൊക്കെ ഞാൻ മാതാവിൻ്റെ കൊന്ത മുറുകെ പിടുകയായിരുന്നു. അതോടൊപ്പം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കായിരുന്നു. മാതാവി ഓരോ സ്ഥലത്തു നിന്ന് മാറേണ്ട അവസ്ഥയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ ഒരുപാട് വിഷമിച്ചിരുന്നു. അതിനുശേഷം ഞാൻ വേറൊരു ഷോറൂമിൽ പോയിരുന്നു, എയ്തറിൻ്റെ ഷോറൂമിൽ. അവിടെ പോയി ഞാൻ ജോലി നോക്കിയിരുന്നു. ഒരു മാസം വരെ എനിക്ക് പിടിച്ച് നീക്കേണ്ടി വന്നുള്ളൂ. പക്ഷേ എനിക്ക് ആ മാസത്തെ സാലറി കിട്ടിയില്ലായിരുന്നു. കാരണം ഞാൻ ഒരു കസ്റ്റമർ അറ്റൻഡ് ചെയ്തിട്ട് ആ ഒരു വണ്ടിയുടെ ആ ചാർജർ ആ വണ്ടിയുടെ ഉള്ളിൽ വെച്ച് മറന്നുപോയി. അത് കാരണം എനിക്ക് ആ ചാർജർ കിട്ടിയില്ലായിരുന്നു. ഒത്തിരി അന്വേഷിച്ചിരുന്നു. പക്ഷേ അവസാനം അത് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ നല്ലൊരു സ്ട്രിക്റ്റ് വന്നിരുന്നു. അപ്പോൾ എനിക്ക് ഈ മാസത്തെ സാലറി കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് അവിടെ തന്നില്ലായിരുന്നു. അപ്പം അമ്മ മാതാവിനോട് ഞാൻ കൂടുതലും പ്രാർത്ഥിച്ചു, മാതാവി എനിക്ക് വലിയൊരു നഷ്ടമാണ് ഇപ്പോൾ ഈ മാസം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആ നഷ്ടമല്ല ഞാൻ നോക്കുന്നത്, മാതാവിൻ്റെ ഹിതം എന്താണോ അതാണ് ഞാൻ നോക്കേണ്ടത്. എനിക്ക് എന്ത് നഷ്ടം വന്നാലും, എൻ്റെ ജീവൻ പോയാലും അമ്മ മാതാവിൻ്റെ മഹത്വം എവിടെ നിറവേറുന്നോ അവിടെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നഷ്ടങ്ങൾ എത്ര തന്നെ വന്നാലും ഞാൻ സഹിച്ചോളാം. പക്ഷേ എൻ്റെ ഈശോയുടെ ആഗ്രഹം എന്താണ്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം എന്താണോ അത് ഭൂമിയിൽ നിറവേറണം. എത്ര നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും അത് ഞാൻ നിസ്സാരമായി കണക്കാക്കിക്കോളാം എന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തും എനിക്ക് നിർത്തേണ്ടി വന്നു, എങ്ങും പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഈ ഒരു ഉടമ്പടി, ഈ തവണ ഉടമ്പടി പുതുക്കാൻ സമയം വന്നപ്പോഴത്തേക്കും മാതാവ് എനിക്ക് നല്ലൊരു സ്ഥലത്ത്, ആമസോണിൻ്റെ നല്ലൊരു കമ്പനിയിൽ എനിക്ക് നല്ല സാലറിയോടുകൂടി നല്ലൊരു ജോലി കിട്ടി. അതിന് എനിക്ക് മാതാവിന് ഒരുപാട് നന്ദി പറയുകയാണ്. ഒത്തിരി പ്രതിസന്ധികൾ എനിക്ക് തരണം ചെയ്യേണ്ടി വന്നു. ഡിസംബർ മാസത്തെ 2025 ഡിസംബർ മാസം 25-ാം തീയതി മുതൽ എനിക്ക് 25 നോയമ്പ് ഞാൻ നോക്കായിരുന്നു. അതുകൂടാണ്ട് 50 നോമ്പ് നോക്കായിരുന്നു. ആ ഓരോ നോയമ്പിലൂടെയും കടന്നു പോകുമ്പോൾ എനിക്ക് ഒത്തിരി വേദനകളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം എനിക്ക് ജനുവരി മാസം മുതൽ പല സ്ഥലങ്ങളിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ മാർച്ച് മാസം അവസാനം വരെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ 1, 2, 5 സ്ഥലം വരെ, ഈശോയുടെ 5 സ്ഥലം വരെ എനിക്ക് 5ാം സ്ഥലം വരെ വേദന നിറഞ്ഞതായിരുന്നു. പക്ഷേ 6ാം സ്ഥലം ആയപ്പോഴേക്കും എനിക്ക് നല്ലൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടി. അതിന് എനിക്ക് ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. അതോടൊപ്പം ഈശോയുടെ വേദനകളിലും ഈശോയുടെ മഹത്വത്തിലും എനിക്ക് പങ്കുചേരാൻ പറ്റി.
കൂടുതലായിട്ട് എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. എൻ്റെ കുടുംബത്തിലാണെങ്കിലും ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് ഈശോയിലൂടെ തന്നതിന് ഒരുപാട് നന്ദി പറയാൻ പറ്റി. അതോടൊപ്പം എനിക്ക് മറ്റുള്ളവരെ കൂടുതൽ ദൈവത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. ഇനിയും ഒരുപാട് പേര് വരുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം ലോകം മുഴുവനും ഏകസത്യ ദൈവമായ യേശു ക്രിസ്തുവിനെ ലോകം മുഴുവനും അറിയപ്പെടുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതുപോലെ ഇപ്പം പരിശുദ്ധ അമ്മ മാതാവ് ലോകം മുഴുവൻ അറിയപ്പെടണം. 1000 മക്കൾ, ഇനിയും 1000 മക്കൾ മാതാവിനെ അറിയപ്പെടാനും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥം വഴി ഞാൻ അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം എൻ്റെ ചേച്ചിക്ക് ഒത്തിരി നാളായിട്ട് കല്യാണം നടക്കാത്തൊരവസ്ഥയായിരുന്നു. വരുന്ന കേസ് മുഴുവനും പല കാര്യങ്ങളും ഒഴിഞ്ഞു പോയായിരുന്നു, പല തടസ്സങ്ങളായിട്ടും. അതോടൊപ്പം ഒത്തിരി ശത്രുക്കൾ എനിക്കുണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിന് കല്യാണം മുടക്കാനാണെങ്കിൽ ഒത്തിരി പേര് നോക്കിയിരുന്നു. പക്ഷേ അതൊന്നും വർക്കൗട്ട് ആവാണ്ടായിരുന്നില്ല. 1-2 മാത്രം അവർക്ക് വർക്കൗട്ട് ആയിരുന്നുള്ളൂ. പക്ഷേ അതിനുശേഷം മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്ക് എൻ്റെ ചേച്ചിക്ക് മൂന്നാമത്തെ ഒരു കേസ് വന്നപ്പോൾ അത് ഭംഗിയായി നടത്തി. അമ്മയുടെ ഹൃദയപ്രകാരം കാഞ്ഞൂർ പള്ളിയിൽ വെച്ച് പുണ്യാളൻ്റെ ആ ഒരു നടയിൽ വെച്ച് വിവാഹം നടത്താനുള്ള അവസരം കിട്ടി. അതിനുശേഷം പിന്നെ ഉടമ്പടി എടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി പറയുകയാണ് മാതാവിന്. ഞാൻ പ്രതീക്ഷിച്ചതിലപ്പുറമായിട്ട് എനിക്ക് മാതാവ് നടത്തി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി പറയുകയാണ്. ഇനി തരാൻ പോകുന്ന വലിയ മഹത്വത്തിനും നന്മകൾക്കും അമ്മ മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും ഞാൻ ഒത്തിരി ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് എപ്പോഴും ഞാൻ ഈശോയോട് പറയും, ഈശോയെ എൻ്റെ ഹിതമല്ല, ഈശോയുടെ ഹിതമാണ് നിറവേറേണ്ടത്. ഈശോ എന്താണ് എന്നിലൂടെ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെ എനിക്ക് നിറവേറ്റി തരണേ ഈശോയെ എന്ന് ഞാൻ ഇന്നും പ്രാർത്ഥിക്കായിരുന്നു. അതുപോലെ പത്രം ഞാൻ ഒത്തിരി പേർക്ക് വിതരാറുന്നു, ഒത്തിരി പേർക്ക് ഞാൻ കൊണ്ടു കൊടുക്കായിരുന്നു, ഹൈന്ദവർക്കാണെങ്കിലും. പിന്നെ അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ ഞാൻ കൊണ്ടുപോയപ്പോൾ എനിക്ക് വളരെ വിഷമമായി. കാരണം 2 കാലുകളും മുറിക്കപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. ആ ഒരു വ്യക്തിയുടെ ക്യാൻസർ രോഗമായിരുന്നു. ക്യാൻസർ രോഗം കാരണം 2 കാലുകൾ മുറിച്ച് കളഞ്ഞു. പക്ഷേ എന്നാലും ഞാൻ ആ പത്രം കൊണ്ട് കൊടുത്തപ്പോൾ അതിനോടൊപ്പം ഞാൻ തേനും കൊടുത്തിരുന്നു, ഉപ്പും ഞാൻ കൊടുത്തിരുന്നു. ആ മുറിയിൽ, പ്രാർത്ഥന മുറിയിൽ വിതരണം ഞാൻ ഒത്തിരി പറഞ്ഞിരുന്നു. അങ്ങനെ ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ എന്നാലും ആ പത്രം കൊടുത്തതിന് ശേഷം ഞാൻ പോയതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒത്തിരി ദർശനങ്ങൾ കാണാൻ പറ്റി. മാതാവ് ആ ഒരു കുടുംബത്തിൽ ചെന്നൊരു അനുഭവം ഉണ്ടായി. അതുകൂടാണ്ട് ആ ചേട്ടന് നല്ലൊരു രോഗസൗഖ്യം കിട്ടി, ഒരു ആശ്വാസം കിട്ടി, വലിയ വേദനകളിൽ നിന്ന് ഒരു മോചനം കിട്ടി. ഉറപ്പായിട്ടും എനിക്ക് നല്ലൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതിന് മുന്നേ നല്ലൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. മാതാവ് എങ്ങനെയും അവിടെ അത്ഭുതകരമായിട്ട് ഇടപെടുമെന്ന് നല്ലൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് മാതാവ് നടത്തി തന്നു. അങ്ങനെ ഒരുപാട് ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ പറ്റി. പിന്നെ അതോടൊപ്പം എനിക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും അതെനിക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റി മാതാവിൻ്റെ കൃപയാൽ. കൂടുതലായിട്ട് എനിക്ക് ഉപ്പും അതുപോലെ തന്നെ തൈലം കൊണ്ടുമാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതം ഇത്രത്തോളം മാറ്റിമറിച്ചത്. അമ്മ മാതാവ് പ്രതീക്ഷിച്ചതിലും അപ്പുറമായി എനിക്ക് സാധിച്ചു തന്നതിന് ഒത്തിരി നന്ദി പറയുകയാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനുള്ള അവസരം കിട്ടുമെന്ന്. പക്ഷേ എനിക്ക് മാതാവ് അതിനുള്ള നല്ലൊരു അവസരം തന്നു. കഴിഞ്ഞ തവണ ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴത്തേക്കും ഒത്തിരി തിരക്കൊക്കെ ആയിരുന്നു. പക്ഷേ എന്നാലും ഞാൻ ഇവിടെ വന്നിരുന്നെങ്കിൽ എനിക്ക് പറ്റിയിരുന്നില്ല. പക്ഷേ അപ്പോൾ ഞാൻ വീട്ടിൽ വിഷമം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത്, മോനെ സമയമായിട്ടില്ല, അതുകൊണ്ടാണ്, സമയമാകുമ്പോൾ എല്ലാം നടക്കുമെന്നാണ്. പക്ഷേ ഇന്ന് എനിക്ക് എൻ്റെ ഒപ്പം എൻ്റെ ചേച്ചിയും വന്നിട്ടുണ്ട്. ചേച്ചി ഫസ്റ്റത്തെ ഉടമ്പടി ക്ലാസ്സിലേക്ക് പോയേക്കാണ്. ചേച്ചിക്ക് നന്ദി പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നാലും അതിന് പകരമായി ഞാൻ ചേച്ചിക്ക് വേണ്ടി നന്ദി പറയുകയാണ്. മാതാവിൻ്റെ നടയിൽ വെച്ച് ഒത്തിരി നന്ദി പറഞ്ഞ് ഞാൻ മാതാവിനെ മഹത്വപ്പെടുത്തുകയാണ്. അതോടൊപ്പം എനിക്ക് ഇനി തരാൻ പോകുന്ന വലിയ നന്മകൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഒത്തിരി പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എങ്കിൽ കൂടി ആ പ്രശ്നങ്ങളുടെ നടുവിലും എനിക്ക് ഉറപ്പുണ്ട് മാതാവിന് അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റുമെന്ന്. കാരണം ഏതൊരു പ്രതിസന്ധിക്കും നമ്മളെക്കാൾ കൂടുതൽ മാതാവിനൊരു പദ്ധതിയുണ്ട്. പക്ഷേ മനുഷ്യരായി നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല, അത് നടക്കില്ല, ഒരിക്കലും ഈ കൊല്ലത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് മനുഷ്യർ വിധി എഴുതിയ കാര്യങ്ങൾക്ക് പോലും മാതാവിന് അവിടെ അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കതിലൂടെ കാണാൻ പറ്റിയത്. ഒത്തിരി അനുഗ്രഹങ്ങളും ഒത്തിരി ദർശനങ്ങളും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. മാതാവ് ഞാൻ സ്വപ്നത്തിലാണെങ്കിലും മാതാവിൻ്റെ ഈ അൾത്തറയിൽ ഇരിക്കുന്ന മാതാവിൻ്റെ അതേ രൂപത്തിൽ മാതാവ് ഒത്തിരി സ്വപ്നത്തിൽ എൻ്റെ വന്നിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഒത്തിരി ദർശനങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തിരിയെത്തി പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും തിരി പൊട്ടുന്നൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. പ്രാർത്ഥിക്കാനുള്ള തടസ്സങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ നല്ലൊരു അവസരം കിട്ടിയിരുന്നു. തടസ്സങ്ങൾ ഉണ്ടായാൽ പോലും ആ തടസ്സങ്ങൾ മാറ്റി എനിക്ക് മാതാവ് ഒത്തിരി തന്നിട്ടുണ്ട്. അത് ഞാൻ ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ വീട്ടിലുണ്ടാകുന്ന ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ
മാതാവിലൂടെ എനിക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. കുടുംബ പ്രശ്നങ്ങളാണെങ്കിലും മറ്റ് എങ്ങനെയാണെങ്കിലും ഒത്തിരി പൈശാചികമായിട്ട് ഒത്തിരി പ്രലോഭനങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം ദൈവ പദ്ധതി എന്നിലുള്ളത് കൊണ്ട് പിശാചിന് അലറുന്ന സംഘത്തെ പോലെയാണ് പല വിധത്തിൽ കൂടി തിന്മ തകർക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും പറ്റിയിരുന്നില്ല. പിശാച് തിന്മ തന്നെ പലപ്പോഴും തോറ്റുപോയിട്ടുണ്ട്. കാരണം അത്രയധികമായി ഞാൻ പരിശുദ്ധ അമ്മയിലും ഈശോയിലും വിശ്വസിക്കുന്ന ഒരാളാണ്. ചെറുപ്പം മുതൽ കൊന്തയിലാണെങ്കിലും വിശ്വാസത്തിലാണ് മുറുകെ പിടിച്ചിട്ടുണ്ട് ഒത്തിരി. അതിൽ നിന്ന് ഒരിക്കലും കുറവ് വന്നു പോയിട്ടില്ല. കൂടുതലും എനിക്ക് എക്സാമിന് പോകുമ്പോഴാണെങ്കിലും ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും അവിടെയെല്ലാം ഞാൻ ഒന്നാം സ്ഥാനം കൊടുത്തത് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കുമാണ്. പല വ്യക്തികളും അവിടെ വരുന്നുണ്ടെങ്കിലും വിസിറ്റിങ്ങും എല്ലാം ഉണ്ടെങ്കിലും ഞാൻ അവിടെ മറ്റു എല്ലാവരും ഏറ്റവും കൂടുതൽ സ്വാധീനം കൊടുത്തത് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ അവിടെ സ്വാധീനം കൊടുത്തത് ഈശോയുടെ നാമത്തിലാണ്. പരിശുദ്ധമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ. അവിടുത്തെ സാറും അവിടുത്തെ MD എല്ലാം ഈ പരിശുദ്ധമ്മയാണെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയിരുന്നത്. പിന്നെ പഠിക്കുമ്പോഴാണെങ്കിലും ജോലി ചെയ്യുമ്പോഴാണെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണെങ്കിലും എപ്പോഴും ഞാൻ ഈ അമ്മ എൻ്റെ ആശ്രയമേ എന്നും പറഞ്ഞ് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. എന്നെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കായിരുന്നു. പക്ഷേ അപകടം നിറഞ്ഞ വഴിയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നുണ്ടെങ്കിലും പക്ഷേ അമ്മ മാതാവ് എന്നെ ഒത്തിരി കാത്ത് സംരക്ഷിച്ചിട്ടുണ്ട്. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ എന്നെ പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും മാതാവ് എനിക്ക് ഒരുപാട് എന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. എനിക്കതിന് ഒരുപാട് ഞാൻ മാതാവിനോട് നന്ദി പറയുകയാണ്. ഇവിടം വരെ എത്തുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഒത്തിരി പ്രതിസന്ധികൾ നിറഞ്ഞ വഴിയിലൂടെയാണ് ഞാൻ കടന്നു പോയത്. ഇനി മുന്നോട്ടുള്ള പ്രതീക്ഷ മുഴുവനും മാതാവിൻ്റെ ഹിതപ്രദമായിരിക്കും. എൻ്റെ ഹിതമല്ല, മാതാവിൻ്റെ ഹിതം എന്താണോ, മാതാവ് എന്താണോ ഇനി അങ്ങോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇനി മുന്നോട്ട് പോകത്തുള്ളൂ. പ്രതികരണത്തിൻ്റെ സാക്ഷ്യമായിട്ട് ഇത്രയും നാളെ എന്നെ മാറ്റിയതിന് മാതാവിനെ ഒരുപാട് നന്ദി പറഞ്ഞ് ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. ഇനി അടുത്ത തവണ ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴാണെങ്കിലും അമ്മ തരാൻ പോകുന്ന അതിലും വലിയ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിന് ഇപ്പോഴും നന്ദി പറയുകയാണ്. കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ചെറുപ്പം മുതലാണെങ്കിലും ഇനി അങ്ങോട്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:11 പറയുന്ന വചനം പറയുന്നത് അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ ലജ്ജിക്കേണ്ടി വരികയില്ലെന്നാണ്. ഒരുപക്ഷേ പരിഹാസപ്പെടാം, ലജ്ജിക്കപ്പെടാം മറ്റുള്ളവരുടെ മുമ്പിൽ. പക്ഷെങ്കിൽ ദൈവം നമ്മെ ഉയർത്തും. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് മത്തായിയുടെ സുവിശേഷം 21:22 പറയുന്നത്. വിശ്വാസത്തോടെ ഈ മകൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയാനായിട്ട് വന്നിരിക്കുന്നത്. എത്രയേറെ ലോകത്തിന് മുമ്പിൽ ലജ്ജിക്കപ്പെട്ടാലും നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ സംരക്ഷിക്കുന്ന അമ്മയാണ് കൃപാസനം അമ്മ. മർക്കോസിൻ്റെ സുവിശേഷം 11:24 പറയുന്നത് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തിൽ ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ആൽബിനും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. എത്രയൊക്കെ തടസ്സങ്ങൾ വന്നാലും എപ്പോഴും പറയുന്നത് പ്രശ്നങ്ങളുടെ മുമ്പിൽ പതറാതെ, പ്രതിസന്ധികളുടെ മുമ്പിൽ തളരാതെ ഉടമ്പടിയിൽ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണ് ഈ മകൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ചേച്ചിയുടെ വിവാഹ തടസ്സങ്ങളും മാറി. ഒത്തിരി പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയും ഈശോയും അമ്മയും ഇടപെട്ട് വിവാഹ തടസ്സം മാറ്റി നല്ലൊരു വിവാഹ ജീവിതം നടക്കുവാനും ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ചേച്ചിക്ക് ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കുകയും ചെയ്തു. ഉടമ്പടി എടുക്കാൻ ഒരു അമ്മ നൽകിയൊരു കൃപയാണിന്ന്. പ്രതീക്ഷിക്കാത്ത രീതിയിൽ അമ്മയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയും അമ്മയുടെ ഹിതമനുസരിച്ച് ഈ മകൻ മുന്നോട്ട് നയിക്കുകയുമാണ് ഉടമ്പടി ജീവിതം. സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു നീക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ 25:8 പറയുന്നത് പോലെ ഈ മകൻ്റെ ഓരോ കണ്ണുനീരും അമ്മ കാണുന്നുണ്ടായിരുന്നു. പ്രശ്നങ്ങളുടെ നടുവിൽ കണ്ണുനീരോടെ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് ആ കണ്ണീരൊപ്പുന്ന അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാനാണ് ഇന്ന് ആൽബിനും സഹോദരിയും വന്നിരിക്കുന്നത്. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് എല്ലാ കാര്യവും നോക്കിക്കൊള്ളുമേ എന്നുള്ള വചനമാണ് സങ്കീർത്തനം 37:5. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിശ്വാസം അർപ്പിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഉടമ്പടിയിൽ കൂടി ദൈവസന്നിധിയിൽ ജീവിക്കാനുള്ള നിത്യമായ അനുഗ്രഹവും സത്യമായ സന്തോഷവും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആൽബിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ ഇന്നിവിടെ ഈ സാക്ഷ്യത്തിനായി നിർത്തിയ എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് രേഷ്മ. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ ഭോപ്പാലിൽ ഒരു ഹെഡ് മിസ്സാണ്.
ഇതെൻ്റെ ഹസ്ബൻഡ് വിജയ്. ഞങ്ങളുടെ സ്കൂളിൻ്റെ ഡയറക്ടറാണ്. ഞങ്ങൾ സ്വന്തമായി സ്കൂൾ നടത്തുകയാണ് ഭോപ്പാലിൽ. അങ്ങനെ ഞങ്ങളുടെ ആ സ്കൂളിന് റെൻറ്റിനായിരുന്നു ഞങ്ങളുടെ സ്കൂൾ നടത്തിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒരുപാട് പരിമിതികളുള്ള ഒരു ബിൽഡിങ്ങിലായിരുന്നു ഞങ്ങൾ സ്കൂൾ നടത്തിക്കൊണ്ട് പോയിരുന്നത്. ഞങ്ങൾ സ്കൂൾ സ്വന്തമായിട്ട് വെക്കാനായിട്ട് വസ്തുക്കൾ വാങ്ങിച്ചെങ്കിലും അതിനകത്തൊരു സ്കൂൾ വെക്കാനുള്ള സാമ്പത്തികം ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. ഞാനങ്ങനെ ഒരിക്കൽ എൻ്റെ അമ്മയാണ് എന്നെ കൃപാസനത്തിൻ്റെ കാര്യം പറഞ്ഞത്. പക്ഷേ ഞാൻ ഈ കൃപാസനത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈശോയെ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ അറിയാൻ എനിക്ക് സാധിച്ചു. എൻ്റെ ഈശോ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ കൃപാസനത്തിൽ 2024 എൻ്റെ അമ്മ പറഞ്ഞു നമുക്കിവിടെ ഒന്ന് ഉടമ്പടി എടുക്കാമെന്ന്. 2024 ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു. എനിക്ക് നല്ലൊരു സ്കൂൾ വയ്ക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ആ സ്കൂൾ വയ്ക്കാൻ ഒരുപാട് തടസ്സങ്ങൾ, ഒരു വർഷത്തോളം ഞാൻ ഒരുപാട് തടസ്സങ്ങൾ അതിനുണ്ടായി. അങ്ങനെ ഞാൻ ഈ ഉടമ്പടിയുടെ ഉപ്പ്, തൈലം ഞാൻ എൻ്റെ വസ്തുവിൽ മുഴുവൻ ഞാൻ പരതി. പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും എന്നും രാവിലെ എണീറ്റ് മുട്ടുകുത്തി ജപമാല ചൊല്ലുമായിരുന്നു. പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകിച്ച് കണക്കുകളൊന്നുമില്ല. എനിക്ക് എപ്പോൾ തോന്നിയാലും ഞാൻ പ്രാർത്ഥിക്കും. അത് ഇപ്പോൾ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് ഈശോ എന്നെ എന്നും എൻ്റെ ഈശോയുടെ സ്വന്തം മകളായിട്ട് തന്നെ എന്നെ വളർത്തിയെന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച ഒരു ഗ്രാമത്തിൽ വളർന്ന ഒരു പെൺകുട്ടി. ഇന്ന് ഞാൻ ഭോപ്പാലിൽ എന്നെ ആരും കൊണ്ടുപോയതല്ല. ഇന്ന് അവിടെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു നല്ല ടീച്ചറാക്കിയത് എൻ്റെ കഴിവോ എൻ്റെ പ്രയത്നമോ എൻ്റെ വീട്ടുകാരുടെ സാമ്പത്തികമോ ഒന്നുമല്ല. എല്ലാം എൻ്റെ ഈശോയുടെതാണ്. എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വളർച്ചകളും എൻ്റെ ഈശോയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഞാൻ 2024 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെയാണ് ഞാൻ മാതാവിനെക്കുറിച്ച് അറിയുന്നത്. മാതാവിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാൻ പലപ്പോഴും നേരത്തെ തന്നെ ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. ഞാൻ ഈശോയോട് ചോദിക്കും മാതാവിനെക്കുറിച്ചുള്ള സംശയങ്ങൾ. പക്ഷേ അപ്പോഴൊക്കെ ഈശോ എനിക്ക് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിലൂടെ എനിക്ക് മറുപടി തരും. കർത്താവ് ക്രൂശ് മരണത്തിൻ്റെ സമയത്ത് മാതാവിനോട് ഇതാ നിൻ്റെ മകൻ, ശിഷ്യനോട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുന്ന വാക്ക് എനിക്ക് കർത്താവ് എപ്പോഴും തരുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈശോ എന്ന ഏറ്റവും വലിയ അനുഗ്രഹവും എന്ന് പറയുന്നത് എൻ്റെ ഈ അമ്മയാണ്. ഈ അമ്മ എൻ്റെ കൂടെ ജീവിതത്തിൽ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ 2024 ശേഷം ഒരു ഭയങ്കര മിറാക്കിളാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് തുടങ്ങിയത്. നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയാനുള്ളത്, നിങ്ങൾ ഈ കൃപാസനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾ ഈ അമ്മയുടെ മുമ്പിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. രോഗങ്ങളാണോ ജോലിയാണോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജീവിക്കാം. നിങ്ങൾക്ക് ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. അമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും മധ്യസ്ഥ നേടിത്തരും. കർത്താവ് എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഞാനങ്ങനെ എൻ്റെ സ്കൂളിൻ്റെ ഒരു വർഷത്തോളം എൻ്റെ സ്കൂളിൻ്റെ പണികളൊന്നും, അതിനൊരു ലോൺ ആവശ്യമുണ്ടായിരുന്നു, അതൊന്നും നടക്കാതെ വന്നപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞ് ദൈവത്തിനോടും മാതാവിനോടും പ്രാർത്ഥിച്ചു. ഒരിക്കൽ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ സ്കൂളിന് ഡിസംബർ 25-ാം തീയതി ക്രിസ്മസ് ആണ്, എൻ്റെ സ്കൂളിന് കല്ലെങ്കിലും ഇടാൻ പറ്റുമോ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷേ അടുത്ത ഡിസംബർ 25-ാം തീയതി തന്നെ എൻ്റെ സ്കൂളിൻ്റെ ഓപ്പണിംഗ് ആയിരുന്നു. അതുപോലെ ഞങ്ങൾ സ്കൂളിന് വേണ്ടി വരച്ച പ്ലാനെക്കാട്ടിലും വളരെ വലുതായ ഒരു സ്കൂൾ ഞങ്ങൾക്ക് കിട്ടാൻ കർത്താവും മാതാവും ഞങ്ങളെ സഹായിച്ചു. ഞാൻ വിചാരിച്ചത് ഒരു ലോൺ, ഒരു 30 ലക്ഷം രൂപയുടെ ലോണെങ്കിലും ബാങ്കിൽ, കാരണം ഞങ്ങൾ കേരളത്തിലുള്ളവരാണ്. ഞങ്ങൾക്കൊരു ഭോപ്പാലിലൊരു ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് ലോൺ അനുവദിക്കണമെങ്കിൽ ഒരുപാട് പരിമിതികളുണ്ട്. ഞാൻ വിചാരിച്ചൊരു 30 ലക്ഷം രൂപയെങ്കിലും ബാങ്ക് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുമെന്ന്. പക്ഷേ മാനേജർ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ 40 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഉടമ്പടി തൈലം ഒരു അത്ഭുത മരുന്നാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം എൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിന് എന്ത് ബുദ്ധിമുട്ട് വന്നാലും രോഗങ്ങൾ വന്നാലും ഞാൻ ഉപയോഗിക്കുന്ന ഉടമ്പടി തൈലമാണ്. എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും, ഞങ്ങളുടെ സ്കൂളിൻ്റെ ബുദ്ധിമുട്ടുകൾ വന്നാലും ഞാൻ അവിടെ ഉടമ്പടി ഉപ്പ് വിതറാറുണ്ട്. അങ്ങനെ എൻ്റെ സ്കൂളിന് ഓപ്പണിംഗ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ സ്കൂൾ വെച്ചത് ഒരു ഹൈസ്കൂളിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഈ സ്കൂൾ വെച്ചത്. അന്നേരം അതിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് ഞങ്ങൾ അപ്ലൈ ചെയ്തു. അന്നേരം എനിക്ക് എൻ്റെ മനസ്സിലൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നല്ല സ്കൂളൊക്കെ വെച്ചു, ലാബുണ്ട്, ലൈബ്രറി ഉണ്ട്, എല്ലാം ഉണ്ട്, ഇനി അതിന് അപ്രൂവൽ കിട്ടിക്കോളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ കഴിഞ്ഞ വർഷം എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നു. അന്നേരം ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അന്നേരം ഇനിയിപ്പോൾ ഉടമ്പടി പുതുക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ മാതാവിനോടും കർത്താവിനോടും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഉടമ്പടി എടുത്താൽ ഇനി പത്രമൊക്കെ കൊടുക്കണം, 5:30 തന്നെ എണീക്കണമെന്നെല്ലാം ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുക്കൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാനങ്ങ് പോയി കഴിഞ്ഞ് ഞാൻ വിചാരിച്ച അപ്രൂവലൊക്കെ റെഡിയായി കാണുമെന്ന്. ഒരു ദിവസം ഞാൻ സൈറ്റ് ഓപ്പൺ ആക്കി നോക്കിയപ്പോഴാണ് അറിയുന്നത് സ്കൂളിൻ്റെ അപ്രൂവൽ റിജക്റ്റഡ് ആയിരുന്നു. ഞാൻ ഇത്രയും
പരിശ്രമിച്ചുണ്ടാക്കി ഈ സ്കൂളിന് അപ്രൂവൽ ഇല്ലെങ്കിൽ പിന്നെ ആ സ്കൂൾ എനിക്ക് നന്നായിട്ട് നടത്താൻ കഴിയുകയില്ല. ഞാൻ ഒരുപാട് പബ്ലിസിറ്റി ചെയ്തു, ഇത്രയും വലിയ ലോൺ എടുത്തു, പക്ഷേ അതിന് അപ്രൂവൽ ഇല്ലെങ്കിൽ എനിക്കത് നടത്താൻ പറ്റുകയില്ല. അങ്ങനെ ഞാൻ ഒരുപാട് വിഷമിച്ച് കഴിഞ്ഞപ്പം ഞാൻ ഇവിടെ ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിലൊക്കെ കൂടാൻ തുടങ്ങി, സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നീട് അന്നേരം എനിക്ക് മനസ്സിലായി ഓൺലൈൻ ഉടമ്പടിക്കുള്ള സ്കോപ്പ് ഉണ്ടെന്ന്. ഞാൻ പെട്ടെന്ന് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് എന്നും അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു. ഡെയിലി ബ്രെഡ് ധ്യാനത്തിൽ ഞാൻ കൂടുമായിരുന്നു. പിന്നെ സാക്ഷ്യങ്ങൾ ഒരുപാട് ഞാൻ കേൾക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ മുട്ടുമുത്തി നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ മെഴുകുതിരിയിൽ ഒരു മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. ഞാൻ അന്നേരം വിചാരിച്ചു ഇത് മാതാവ് തന്നെ ആണോ. അന്നേരം ഞാനത് പെട്ടെന്ന് ഫോട്ടോ എടുത്തിട്ട് പിന്നെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അന്നേരം എനിക്ക് അങ്ങ് കരച്ചിൽ വന്നു. ഞാൻ പെട്ടെന്ന് ബൈബിൾ എടുത്തു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് ഡൗട്ട് ഉണ്ടായാലും ഞാൻ ബൈബിൾ തുറക്കും, കർത്താവിനോട് ചോദിക്കും. അന്നേരം എനിക്ക് കിട്ടിയ വചനഭാഗം ലൂക്ക 1:43 അതിനകത്ത് എലിസബത്ത് മറിയ വീട്ടിൽ വരുമ്പം, മാതാവ് വീട്ടിൽ വരുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ വീട്ടിൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ഉള്ള വചനഭാഗം എനിക്ക് കിട്ടി. അന്നേരം എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, എൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കും എൻ്റെ മാതാവ് എന്നെ സഹായിക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. ഞാൻ രാത്രിയിൽ ഉറങ്ങാതെ തന്നെ ഈ സ്കൂളിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് എൻ്റെ മാതാവിനോട് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ഈശോ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈശോ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ അവിടെ ഇത്രയും നന്നായിട്ട് ജീവിക്കുന്നതിന് നമ്മുടെ സ്വന്തം കഴിവുകളോ നമ്മുടെ പണമോ ഒന്നുമല്ല, നമ്മളൊന്നും അല്ലായിരിക്കും. ഞാനൊരു മലയാളം മീഡിയം സ്കൂളത്തിൽ പഠിച്ച കുട്ടിയായിരുന്നു. എൻ്റെ +2ൻ്റെ എല്ലാ മാർക്ക് നോക്കുകയാണെങ്കിൽ അതിനകത്ത് കാണാൻ സാധിക്കും എനിക്ക് എല്ലാ വിഷയത്തിനും നല്ല മാർക്കാണ്, പക്ഷേ ഇംഗ്ലീഷിന് മാത്രം കുറവാണ്. കാരണം മലയാളം മീഡിയത്തിൽ നന്നായിട്ട് ഇംഗ്ലീഷ് ഞങ്ങൾക്ക് കിട്ടുകയില്ല. പക്ഷേ ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് കർത്താവിന് മുമ്പിൽ കരഞ്ഞിട്ടുണ്ട്. പലയിടത്തും ഞാൻ നാണം കെട്ടിട്ടുണ്ട്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയത്തില്ലല്ലോ ഈശോയെ. ഞാൻ MBA കംപ്ലീറ്റഡ് ആണ്. ഞാൻ വിചാരിച്ചു ഞാൻ MBA വരെ പഠിച്ചു, പക്ഷേ ആരെങ്കിലും എന്നോട് ഇംഗ്ലീഷിലൊക്കെ ഒന്ന് ചോദിച്ചാൽ എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചതിൻ്റെ കുറവുകൊണ്ടായിരിക്കുന്നു. പക്ഷേ നമ്മുടെ കുറവുകളൊക്കെ തീരുമാനിക്കുന്നത് ഈശോയാണ്. ഇന്ന് ഞാൻ ഭോപ്പാലിൽ ഇംഗ്ലീഷിൻ്റെ ടീച്ചറാണ്. അതിനെല്ലാം നമുക്ക് വേണ്ട സമയത്ത് ബുദ്ധി, നമ്മൾ ഈശോയോടും മാതാവിനോടും കൂടെ ആണെങ്കിൽ നമുക്ക് ആ സമയത്ത് വേണ്ട ബുദ്ധിയും നമുക്കെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവും നമ്മളെ ആരാക്കണമെന്ന് നമുക്ക് ഒരുപാട് കുറവുകളുണ്ടായിരിക്കാം. അതെല്ലാം നമുക്ക് ഈശോയും മാതാവും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് സാധിച്ചു തരും. അങ്ങനെ ഈ സ്കൂളിൻ്റെ റിജക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ അപ്പീലിന് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അപ്പീലിന് കൊടുക്കാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ ഞാൻ ആരും കാണാതെ ഓഫീസിൻ്റെ വാതൊക്കെ എല്ലാ സ്കൂളുകാരും അവിടുത്തെ DO എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് സ്കോപ്പൊന്നും ഇല്ല, കാരണം ജോയിൻറ്റ് ഡയറക്ടർ റിജക്റ്റ് ചെയ്താൽ നിങ്ങളിനി ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും സ്കൂളായിട്ട് അറ്റാച്ച് ചെയ്ത് സ്കൂൾ നടത്തും, സ്കൂളിന് അപ്രൂവൽ കിട്ടത്തില്ലായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ എന്നാലും അന്നേരം ഞാൻ ബൈബിൾ എടുത്ത് ചോദിച്ചപ്പോൾ എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു ഞാൻ തന്നെ പരീക്ഷണനായി കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു എന്ന്. എൻ്റെ കർത്താവ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഞാൻ ഓടിപ്പോയി മെഴുകുതിരി കത്തിച്ച് ഞാൻ അവിടെ മുട്ടുകുത്തി നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും. അന്നേരം എന്നോട് എല്ലാത്തിനും മറുപടി തരാറുണ്ട് കർത്താവ്. ഇങ്ങനെ ചെയ്താൽ മതി, ഞാൻ എന്തെങ്കിലും കാര്യം ഇത് ശരിയാണോ കർത്താവേ, ഞാൻ ചെയ്തത് തെറ്റാണോ, എൻ്റെ മോളെ ഒന്ന് അടിച്ചാൽ പോലും ഞാൻ ഓടിപ്പോയി വചനം എടുക്കും. അന്നേരം എന്നോട് പറയും മക്കളെ ശിക്ഷിച്ച് വളർത്തണമെന്ന്. ഞാൻ എന്ത് കാര്യം ഉണ്ടായാലും എൻ്റെ കർത്താവിനോട് ചോദിക്കാൻ ഞാനൊന്നും ചെയ്യാറില്ല. അങ്ങനെ ഞാൻ DO എന്നോട് പറഞ്ഞു അതിന് സ്കോപ്പൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഓഫീസിൽ ചെന്നിട്ട് ഞാൻ എൻ്റെ താഴെയെല്ലാം ഉടമ്പടി ഉപ്പ് വിതറി, തൈലം വിതറി. പിന്നെ ഞാൻ അവിടെ അപ്പീലിന് കൊടുത്ത എൻ്റെ ഫോമിനകത്ത് ഞാൻ ഉടമ്പടി തൈലം, ഉപ്പിട്ടാൽ ആരെങ്കിലും കാണുമെന്ന് വെച്ചിട്ട് സൈഡിൽ ഇങ്ങനെ ഉടമ്പടി തൈലം, എന്നിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് കൊടുത്തത്. ഒരു സ്കൂളിനും കിട്ടിയില്ല. എന്നിട്ട് ഞാൻ ഡെയിലി അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോൾ അച്ഛൻ ഒരു ദിവസം പറഞ്ഞു 7 തീയതി കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ഈ 7-ാം തീയതി തടസ്സമാക്കപ്പെട്ട ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടുന്നതായിട്ട് അച്ഛൻ ഇങ്ങനെ ദൂത് പറഞ്ഞു. അന്നേരം എനിക്ക് മനസ്സിലായി ദൈവമേ ഇത് എന്നെക്കുറിച്ച് തന്നെ ആയിരിക്കും അച്ഛൻ പറഞ്ഞത് എന്ന് വിചാരിച്ച് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഏപ്രിൽ 7-ാം തീയതി രാവിലെ തൊട്ട് എന്നും രാവിലെ എണീറ്റ് സൈറ്റ് ഓപ്പൺ ആക്കി നോക്കും, എൻ്റെ സ്കൂളിന് അപ്രൂവലായോ, അച്ഛൻ പറഞ്ഞ ഡേറ്റ് ഇതാണല്ലോ എന്ന്. പക്ഷേ രാത്രി 8:30 വരെ ഞാൻ ഇങ്ങനെ മാറി 5 മിനിറ്റ് ഇടവിട്ട് സൈറ്റ് ഓപ്പൺ ആക്കി നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ഒന്നും കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു അച്ഛൻ ഇനി വേറെ വല്ലവരെയും കുറിച്ചായിരിക്കും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങ് മാറി, പിന്നെ നോക്കാൻ പോയില്ല. അന്നേരം രാത്രി 9:30 ആയപ്പോൾ ഒരു സ്കൂളുകാരൻ്റെ കോള് വരികയാണ്, ഞങ്ങളുടെ ആരുടെ സ്കൂളിൻ്റെ അപ്പീൽ എല്ലാവരുടെയും റിജക്റ്റ് ആയിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ സ്കൂളിൻ്റെ അപ്പീൽ അക്സെപ്റ്റഡ് ആയിട്ടുണ്ട്, നിങ്ങളുടെ സ്കൂളിന് മാത്രം അപ്രൂവൽ കിട്ടിയിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായി. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷമായി. കാരണം ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്തുള്ള സ്കൂളുകാർ ഞങ്ങളുടെ സ്കൂളിൽ വന്നതിന് ശേഷം ഇതിന് അപ്രൂവൽ കിട്ടാതിരിക്കാൻ വേണ്ടി പലതരത്തിലുള്ള
കാര്യങ്ങൾ ഞങ്ങളോട് ചെയ്യാറുണ്ട്, പലതരത്തിൽ ഞങ്ങൾ ദ്രോഹിക്കാറുണ്ട്. കാരണം ഞങ്ങൾ പുറത്തുനിന്ന് വന്നവരാണ്, കേരളക്കാരാണ്, അവർ ഭോപ്പാലിലുള്ളവരാണ്. ഞങ്ങളുടെ സ്കൂൾ ഇവിടെ നിൽക്കുമ്പോൾ വേറൊരു സ്കൂൾ അവിടെ സക്സസ് ആവാൻ അവർ അനുവദിക്കുകയില്ല. അവരൊരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ ശത്രുക്കളെയും കർത്താവ് ഞങ്ങളിൽ നിന്ന് തുരത്തി ഓടിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ സ്കൂളിന് അപ്രൂവൽ കിട്ടിയപ്പം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചു. അതിന് എൻ്റെ ഹസ്ബൻഡിന് വരാൻ പറ്റിയില്ല. ഹസ്ബൻഡ് പറഞ്ഞു ഞാനും കൂടെ വന്നിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ 2 ആഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ ഹസ്ബൻഡിന് ഒരു നടുവേദന വന്നപ്പം ഞാനിങ്ങനെ തടയി കൊടുത്തോണ്ട് ഇപ്പോൾ അവിടെ ഒരു മുഴ പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ആ മുഴയിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പേടിയായി, ഇതെന്താ ഇങ്ങനെ മുഴ. 1-2 ദിവസം കഴിയും തോറും ആ മുഴ ചെറുതായിട്ട് വലുതാവും. ഞാൻ പക്ഷേ ഹസ്ബൻഡിനോട് പറഞ്ഞില്ല. ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, എന്തോ അവിടെ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്, പക്ഷേ എന്തോന്ന് അറിയത്തില്ല. ഞാൻ പക്ഷേ ഹസ്ബൻഡ് പേടിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞില്ല. പക്ഷേ ഞാൻ നന്നായി ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നല്ല ഒരു മുഴയാണത്. ഞാൻ ആരോടും പറഞ്ഞില്ല. പക്ഷേ എനിക്ക് ഒരുപാട് ടെൻഷനായി. ഞാൻ എന്ത് കാര്യം വന്നാൽ ഞാൻ ഈ യൂട്യൂബിലൊക്കെ നോക്കുമ്പം ആവശ്യമില്ലാത്ത രോഗങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കും. അന്നേരം എനിക്ക് സ്വന്തമായിട്ട് ടെൻഷനായി, ദൈവമേ എന്താ ഈ മുഴ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നതെന്ന്. ഞാൻ അന്നേരം എന്നും ഉടമ്പടി തൈലത്തിനകത്ത് ഇച്ചിരി ഉപ്പിട്ടിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് നടുവിന് തടവും. എന്നിട്ട് ഞങ്ങളിപ്പോൾ ലീവിന് വന്നതാണ്. ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ വന്നപ്പോൾ ഞാൻ ഓടി വന്ന ഉടമ്പടി എൻ്റെ പുതുക്കി. കാരണം എൻ്റെ ഓൺലൈൻ ഉടമ്പടിയായിരുന്നു. പുതുക്കി കഴിഞ്ഞ് ഞാനിവിടെ ഫസ്റ്റ് നിയോഗമായിട്ട് വെച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ നടുവേദനയും ആ മുഴയും കാണാതിരിക്കാൻ വേണ്ടി. ഒരാഴ്ചയായുള്ളൂ എൻ്റെ ഹസ്ബൻഡിന് ഞാൻ എന്ന് ഇവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച്, ദൈവമേ എനിക്ക് ഒരുപാട് സ്വത്തും ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് ആയുസ്സും നല്ലതായിട്ടൊരാരോഗ്യം, വേറെ ഞാനൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല, കടബാധ്യതകളോ പണങ്ങളോ ഒന്നും എനിക്ക് വേണ്ട, നന്നായിട്ട് സമാധാനമുള്ളൊരു ജീവിതം തന്നെ പ്രാർത്ഥിച്ചുള്ളൂ, രോഗങ്ങൾക്കൊന്നും ഞങ്ങളെ ഇടവരുത്തല്ലേ എന്ന്. എന്നാൽ രോഗങ്ങളൊക്കെ ജീവിതത്തിൽ വന്നാലും നമ്മുടെ എന്ത് വിധിയാണെന്നൊക്കെ ഞങ്ങളുടെ ഹിന്ദുക്കളാണ്, ഞങ്ങൾ ചിലപ്പോൾ പറയും നമ്മുടെ വിധിയാ, സമയം ശരിയല്ലെന്നൊക്കെ പറയും. നമ്മുടെ എത്ര സമയം കൊള്ളത്തില്ലെങ്കിലും എത്ര വലിയ വിധിയാണെങ്കിലും നമ്മൾ കർത്താവിൻ്റെ മാതാവിൻ്റെ മുമ്പിൽ ഒന്ന് കരഞ്ഞാൽ മതി. കർത്താവിൻ്റെ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്നത് നമ്മുടെ കരച്ചിലാണ്. നമ്മൾ നമ്മുടെ അപ്പനോട് ചോദിക്കത്തില്ലേ, ഓരോ കാര്യം വാശി പിടിക്കത്തില്ലേ, വേണ്ടതാണെങ്കിൽ അപ്പനെ സാധിച്ചു തരത്തില്ലേ. അതുപോലെ നമുക്ക് എന്താവശ്യമുള്ള സാധനമാണെങ്കിലും നമ്മൾ കരഞ്ഞ് കർത്താവെ എനിക്കിത് വേണമെന്ന് പറഞ്ഞ് പലപ്പോഴും വാശി പിടിക്കാറുണ്ട്, എനിക്കിത് തന്നേ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ വലിയൊന്നും ഞാൻ കർത്താവിനോട് ചോദിക്കത്തില്ല. എങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പം 35 വയസ്സായി. എൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ കർത്താവിനെ എനിക്കറിയാൻ പറ്റി. എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെ ചോദിച്ച എല്ലാ വിഷമങ്ങളും, ഞാൻ പോലും മറന്നുപോയ എൻ്റെ വിഷയങ്ങൾ പോലും ഓർത്തെടുത്ത് എൻ്റെ കർത്താവ് എനിക്ക് സാധിച്ചു തരാറുണ്ട്. ഈ കൃപാസനത്തിൽ വന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നന്നായിട്ട് ബൈബിൾ വായിക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്ത് തീരുമാനം എടുത്താലും നമ്മൾ കർത്താവിനോട് ചോദിച്ച്, കർത്താവ് നമ്മളോട് നമ്മുടെ ബൈബിളിൽ കൂടെ വചനത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കും. നമ്മുടെ നടക്കാനായിട്ട് നമ്മുടെ സ്വന്തം ബന്ധുക്കളായി, ഇപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അമ്മയും അച്ഛനും ആരും ഇല്ല കൂടെ. ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ കൂടെ കർത്താവ് പറഞ്ഞു വിടുന്നത് ഞങ്ങളുടെ അമ്മച്ചിയാണ്. എൻ്റെ കർത്താവിൻ്റെ അമ്മച്ചി എന്ന് വിളിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത ഒരാഴ്ചയായിട്ടുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് തടവുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ ഞാൻ വിളിച്ച് പറഞ്ഞ് എന്ന് ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് അങ്ങനെ ചെയ്യുമായിരുന്നു. ഒരാഴ്ച ഞാൻ വന്നപ്പോൾ ചോദിച്ചു, പിന്നെ ഇതുവരെ ആ നടുവേദന വന്നിട്ടില്ല. ഞാൻ വന്നപ്പോൾ തന്നെ നടു തൊട്ട് നോക്കിയപ്പോൾ ആ ഒരു മുഴ അവിടെ ഹസ്ബൻഡിനെ കാണാനില്ല. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച ദൈവമേ, ഇപ്പോൾ ഞാൻ 2-3 പേരോട് ചോദിച്ചാൽ പറഞ്ഞു ചിലപ്പോൾ നടുവിന് ഓപ്പറേഷൻ വല്ലതും വേണ്ടി വരുമെന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾക്ക് 28-ാം തീയതി തിരിച്ചു പോകേണ്ട. ഞാൻ ദൈവമേ അങ്ങനെയൊക്കെ ഓപ്പറേഷൻ ചെയ്തൊക്കെ കിടക്കാനൊന്നും എൻ്റെ അവസ്ഥ നിനക്കറിയാം. കാരണം പുതിയ സ്കൂളാണ്, ഇപ്പം ഞങ്ങൾ ചെന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. എനിക്കൊരു ട്രീറ്റ്മെൻറ്റും ഒരുപാട് പൈസയൊന്നും ഇപ്പം മുടക്കാൻ എൻ്റെ കയ്യിലില്ല. കാരണം ഞങ്ങൾ ഒരുപാട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയമാണ്. അന്നേരം ഞാൻ ആ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ എക്സ്റേ പോലും എടുക്കണ്ടെന്ന് പറഞ്ഞു. പരിപൂർണ്ണ സൗഖ്യം, വെറും 250 രൂപയുടെ ഒരു മസിലിനുള്ള ഒരു ടാബ്ലറ്റ് മാത്രമാണ് എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തത്. പരിപൂർണ്ണ സൗഖ്യം വന്നു. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ചോറും അതൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. എൻ്റെ അമ്മ ഉടമ്പടിയിൽ വെച്ച് എൻ്റെ ചേച്ചിയുടെ മോന് 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട്, അവൻ പഠിക്കാൻ ഭയങ്കര ഉഴപ്പായിരുന്നു. മോന് 90% മാർക്കോടുകൂടി അവനും വന്ന് ഇന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവന് വേണ്ടിയിട്ട് സാക്ഷ്യം പറയാൻ പറ്റിയില്ല, അതുകൊണ്ട് പറഞ്ഞ് ചെറിയമ്മയൊന്ന് പറഞ്ഞേക്കണമെന്ന്. ഞങ്ങൾ വിചാരിച്ചതിൽ നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ അവിടെ ഭോപ്പാലിൽ, എനിക്ക് അവരുടെ ഭക്ഷണമൊക്കെ വേറെ ആയതുകൊണ്ട് അമ്മ ഇവിടെ ചോറ് കൊടുക്കുന്ന പോലെ അവർ ചോറൊന്നും കഴിക്കുകയില്ല. അന്നേരം ഞാൻ അവിടെ കൊണ്ടുവന്ന് പൈസ കൊടുക്കാറുണ്ട്. പിന്നെ ഡ്രസ്സുകൾ, ഒരുവിധം നല്ല ഡ്രസ്സുകൾ തന്നെ, കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും ഹസ്ബൻഡിൻ്റെ ആണെങ്കിൽ തന്നെ ഞാൻ അവിടെ കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ഹോസ്പിറ്റലിലൊന്നും സന്ദർശിച്ചിട്ടില്ല, പക്ഷേ ഞാൻ റോഡുകളിലെല്ലാം പോയിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഞാൻ വണ്ടി നിർത്തിയിട്ട് ഞാൻ അവർക്ക് സഹായം ചെയ്യാറുണ്ട്.
ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ നേരത്തെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നെങ്കിൽ ഞാൻ എനിക്ക് ഉറങ്ങണം. രാവിലെ 7:30 വരെയൊക്കെ അവധിയാണെങ്കിൽ ഞാൻ 8:30 വരെ കിടന്നുറങ്ങും. പക്ഷേ ഇനി എത്ര അവധിയാണെങ്കിലും ഞാൻ 5:30 ആകുമ്പം എണീക്കാറുണ്ട്. 5:30 എണീറ്റ് പ്രാർത്ഥിക്കും. ഞാൻ ഒരു ദിവസം പോലും ഇനി എത്ര ലേറ്റായാലും ഞാൻ കൊന്ത ചൊല്ലുന്നത് മുടക്കാറില്ല. ഞാൻ സങ്കീർത്തനങ്ങൾ മനഃപ്പാഠമാക്കി ഒരുപാട് വചനങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ 21, 91, 121, 51 സങ്കീർത്തനം ഞാൻ ഹസ്ബൻഡും മുട്ടുകുത്തി നിന്ന് ദിവസവും ചെല്ലാറുണ്ട്. ബൈബിൾ വായിക്കാറുണ്ട്. ഞാൻ ഒരു 2020 തൊട്ട് ഞാൻ എല്ലാ ദിവസവും വചനങ്ങൾ എഴുതാറുണ്ട്. എൻ്റെ ഓരോ നിയോഗങ്ങളും വെച്ച് ഞാൻ വചനം എഴുതി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ ഞാൻ മറന്നുപോയൊരു കാര്യം, ഞാൻ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എൻ്റെ സ്കൂളിൻ്റെ പ്ലാൻ എൻ്റെ കൈകൊണ്ട് തന്നെ വരച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നിടത്ത് ഞാൻ എഴുതി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ആ ഫോട്ടോ വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. എനിക്ക് ഇങ്ങനെ ഒരു വീട് ഇങ്ങനെ ഒരു സ്കൂളായിരിക്കണം എൻ്റെ സ്വപ്നത്തിലെ സ്കൂളെന്ന്. പക്ഷേ ഞാൻ സ്വപ്നം കണ്ടതിനെക്കാട്ടി ഉപരിയായിട്ട് വലിയൊരു സ്കൂൾ തന്നെ വെക്കാൻ എനിക്ക് പറ്റി. മാതാവിന്, ഈശോയ്ക്കും, എന്നെ ഇന്ന് ഇവിടെ സാക്ഷ്യത്തിനായി നിർത്തിയ എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി. എല്ലാവർക്കും നന്ദി. താങ്ക് യു. പ്രഭാഷകൻ 39, 19, 20 തിരുവചനങ്ങൾ. മർത്യൻ്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു. അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടത്തേക്ക് ഒന്നും വിസ്മയകരമല്ല. രശ്മയുടെ അതിശക്തമായ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നാം കേട്ടത്. ഒരു അക്രൈസ്തവ മകളാണെങ്കിലും എത്ര കണ്ട് അമ്മമാതാവിനെയും ഈശോയെയും സ്നേഹിച്ച് തിരുവചനം പഠിച്ചും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും തിരുവചനത്തോട് നിരന്തരം സംഭാഷിച്ചും അമ്മയുടെ കരങ്ങളിൽ ഓരോ നിമിഷവും ജീവിതം കടന്നുപോയിരുന്ന പ്രതിസന്ധികളെ ഏൽപ്പിച്ചു കൊടുത്ത് അത്ഭുതകരമായ തരത്തിൽ തൻ്റെ ജീവിതത്തെ ആ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഓരോ വിഷയത്തിന്മേലും ദൈവിക ഇടപെടലിൽ അമ്മ മാതാവിൻ്റെ സഹായത്തിൽ എല്ലാവർക്കും അതിൻ്റെ ആ അനുവാദം നിരസിച്ചപ്പോഴും ഇവർക്ക് മാത്രം അച്ഛൻ ഡെയിലി ബ്രെഡിൽ പറഞ്ഞതുപോലെ സന്ദേശം കൈമാറിയതുപോലെ 7 എന്ന സന്ദേശത്തിൽ ഏപ്രിൽ 7-ാം തീയതി രാവിലെ മുതൽ സന്ധ്യ വരെ നോക്കിയിട്ട് ഒരുപക്ഷെ രേഷ്മ ഉപേക്ഷിച്ച സമയത്ത് ഇന്നിനി ഇത് കിട്ടത്തില്ല, മറ്റാർക്കെങ്കിലും ആയിരിക്കും സന്ദേശമെന്ന് കരുതി വയ്ക്കുമ്പോൾ രാത്രി 9:30 മണി കഴിയുമ്പോൾ ആ അനുവാദം ആ സ്കൂളിന് നൽകിക്കൊണ്ട് വലിയ അടയാളത്തിലൂടെ സ്കൂളിലെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുവാൻ അനുവാദത്തോടു കൂടി തുടങ്ങുവാൻ അമ്മ മാതാവ് നൽകിയ സാക്ഷ്യത്തെ അനുഗ്രഹത്തെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടിയിൽ നാം വയ്ക്കുന്ന നിയോഗങ്ങൾ ചെറുതോ വലുതോ എന്നതിലല്ല, ആ വയ്ക്കുന്ന നിയോഗത്തോട് നമ്മൾ എത്രത്തോളം മനസ്സ് കൊടുക്കുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്. മകൾ പറയുന്നുണ്ട്, എൻ്റെ ആദ്യത്തെ പ്രതിസന്ധി ലോൺ കിട്ടുക എന്നതായിരുന്നു. 30 ലക്ഷത്തിന് തരാമെന്ന് ബാങ്ക് പറയുന്നു. കയ്യിലുള്ളത് കൂടെ ചേർത്താൽ അത് പോരാതെ വരും. ഏതാണ്ട് 1 കോടി രൂപയുടെ ബിൽഡിംഗ് ആണത്. അതുകൊണ്ട് കുറച്ചുകൂടി ലോൺ വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ വീണ്ടും അവിടെ ചെല്ലുമ്പോൾ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ആ ഡോക്യുമെൻറ്റ്സിന് പുറത്ത് തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി കൈമാറുമ്പോൾ ഒരു നിർബന്ധമില്ലാതെ, ഒരു വാദപ്രതിവാദമില്ലാതെ അത് സ്വീകരിച്ചിട്ട് നിങ്ങൾ എത്രയാണ് ആഗ്രഹിക്കുന്നത്, 40 എന്ന് പറയുമ്പോൾ 40 ലക്ഷം അനുവദിച്ചുകൊണ്ട് യാതൊരു തടസ്സവുമില്ലാതെ ആ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ലോൺ അനുവദിച്ച് കിട്ടിയതാണ് സാക്ഷ്യപ്പെടുത്തിയത്. മകൾ പറഞ്ഞു, ആ കെട്ടിടമൊക്കെ പൂർത്തീകരിച്ച് വരുമ്പോൾ എനിക്ക് ഓവർ കോൺഫിഡൻസായി. കാരണം നല്ല കെട്ടിടം, എല്ലാ സൗകര്യങ്ങളും, ഇനി അനുവാദത്തിന് എന്താ തടസ്സമുള്ളത്? അത് എൻ്റെ ഉടമ്പടി ജീവിതത്തെയാണ് ഞാൻ ബ്രേക്ക് ചെയ്തത്. ഉടമ്പടി ജീവിതത്തിൽ ഞാൻ പുറകോട്ട് മാറി. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഞാൻ എന്നെ തന്നെ പ്രാർത്ഥിക്കാം, ഉടമ്പടി വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ പുറകോട്ട് മാറി. ഓർത്തിരിക്കണം, ഉടമ്പടി പ്രകാരം നിങ്ങളൊരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അത് പ്രാപിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ ഉടമ്പടിയോടുള്ള വിശ്വസ്തത കൈവിടാതെ നിലനിർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉത്തരവാദിത്വമുണ്ട്. മക്കൾ അതാ പറഞ്ഞത്, ഞാൻ ഉടമ്പടിയിൽ നിന്ന് പുറകോട്ട് മാറി എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ അനുവാദം റിജക്റ്റഡായെന്ന്. വീണ്ടും എവിടെയാ പാളിച്ചയെന്ന് തിരുത്തുമ്പോൾ ബാക്കി എല്ലാ കാര്യവും ഓക്കെയാണ്. ഓക്കെ അല്ലാത്തത് ഉടമ്പടി മാത്രമാണ്. വീണ്ടും അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയുടെ കരങ്ങളിൽ ആ വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് രാപകൽ ഉടമ്പടി പ്രകാരം മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്, നിയമപരമായി കുരുക്കുള്ളത് ദൈവകരുണയാൽ എനിക്ക് അനുവദിച്ച് കിട്ടുവാൻ പ്രാപ്തിയുണ്ട് എന്ന ഒറ്റ നിലപാടിൽ
ദൈവ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ആ വിഷയം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മകൾ പറയുന്നുണ്ട്, അതിൻ്റെ അപ്പീൽ പെറ്റീഷനിൽ ബാക്കി എല്ലാവരുടേതും റിജക്റ്റഡ് ആകുമ്പോൾ ഇവർക്ക് മാത്രം അനുവാദം കിട്ടിയെന്ന്. ദൈവത്തിന് ആയിരങ്ങൾക്കിടയിൽ നിന്ന് നിന്നെ ഒറ്റയ്ക്ക് സഹായിക്കുവാൻ കരുത്തുണ്ട്. നമ്മത് കാണുന്നുണ്ട് തിരുവചനത്തിൽ. അവിടെ എല്ലാവരും കൂടെ തിക്കിക്കുട്ടി യേശുവുമായി യാത്ര ചെയ്യുമ്പോൾ യേശു പറയുന്നില്ലേ, എന്നിൽ നിന്ന് ശക്തി പ്രവഹിച്ചിരിക്കുന്നു, ആർക്കാ സൗഖ്യം കിട്ടിയതെന്ന. ആ രക്തസ്രാവക്കാരിയുടെ സൗഖ്യത്തെ ആൾക്കൂട്ടത്തിന് നടുവിലാണ് അവൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നത്, നിന്റെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ചാൽ മതി, ഞാൻ സൗഖ്യപ്പെടുമെന്ന്. അതുകൊണ്ട് നാം തിക്കിക്കൂട്ടുന്നു എന്നതിലല്ല, നിന്റെ ആത്മാവ് ഈശോയുടെ കരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കുന്നതിൽ നീ വിശ്വസിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കരുത്തുണ്ടോ, അമ്മ കൂടെ നിന്ന് സഹായിക്കുവാൻ ഈശോയുടെ അനുഗ്രഹം നേടിത്തരും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം സന്തോഷത്തോടെ പങ്കുവെച്ചത്. സഹോദരന് വന്നൊരു രോഗക്ലേശം, ഒരു തരി മരുന്നില്ലാതെ ഉടമ്പടി തൈലമെന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഔഷധം കൊണ്ട് അമ്മയിൽ ആശ്രയിച്ചുള്ള പ്രാർത്ഥന കൊണ്ട് പരിപൂർണ സൗഖ്യം നേടിയതും മകളിവിടെ പങ്കുവെച്ചു. അതിനേക്കാൾ ഉപരി നമ്മളേറെ ആകർഷിച്ചത് അവരുടെ ആത്മീയ ജീവിതമാണ്. ഒരു അക്രൈസ്തവ മകളെങ്കിലും എത്ര കണ്ട് അമ്മ മാതാവിനോട് ഈശോയോട് സ്നേഹിച്ചുകൊണ്ട് വചനം ധ്യാനിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ വചനത്തോട് മറുപടി ചോദിച്ചുകൊണ്ട് ആ ലഭിക്കുന്ന മറുപടികൾക്കനുസരിച്ച് ജീവിതത്തെ പുനഃക്രമീകരിച്ചുകൊണ്ട് നിരന്തരം മുന്നേറുന്ന ഒരു ആത്മീയത. പ്രിയമുള്ളവരെ, നമുക്ക് ഉടമ്പടി ഒരു ഇൻ്റഗ്രൽ പാക്കേജാണ്. ഇതിൻ്റെ അകത്ത് എല്ലാ മേഖലകളെയും സമഗ്രമായി നമുക്ക് സമഞ്ജസിപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുവാൻ നമുക്കിവിടെ ഇടമുണ്ട്, ഉപവസിക്കുവാൻ നമുക്കിവിടെ ഇടമുണ്ട്, വചനത്തെ സ്വാംശീകരിച്ച് ധ്യാനിക്കുവാൻ ഉടമ്പടിയിൽ നമുക്കിടമുണ്ട്, കാരുണ്യ പ്രവൃത്തികളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ അഗതികൾക്ക് പങ്കുവയ്ക്കുവാൻ നമുക്കിടമുണ്ട്, പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ ദൈവനാമത്തെ ശക്തിയുക്തം സധൈര്യം ഏതിടത്തേക്കും പങ്കുവയ്ക്കുവാൻ നമുക്കിവിടെ ഇടമുണ്ട്. അതുകൊണ്ട് സമഗ്രതയുടെ ഈ ദൈവിക പദ്ധതിയിലേക്ക് ഹൃദയം ചേർത്ത് വെച്ച് ജീവിക്കാം. ദൈവം കൂടെ നിന്ന് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥം വഴി നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ സംരക്ഷണത്തിനും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം